പജേറോ എടുത്തവരൊക്കെ മുടിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ പണിയാണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്നാണ് എല്ലാരും പറയുന്നത്. എഞ്ചിൻ പണി എങ്ങനെ വരുന്നു? എങ്ങനെയാണ് എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നത്? പജേറോ, ഒരു ജാപ്പനീസ് വണ്ടിയായ പജേറോ എങ്ങനെ എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. പജേറോ SFX അല്ലെ GLX എന്ന് പറയുന്ന സാധനം ഒരു പക്കാ മെക്കാനിക്കൽ വണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സെൻസർ പോയി എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മെക്കാനിക്കൽ വണ്ടി ആയതുകൊണ്ട് തന്നെ സെൻസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആഹാരം ഇല്ലെന്നോ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം ഇല്ലെന്നോ ഒന്ന് പറയാൻ ഇവന്റെ കയ്യിൽ സെൻസേഴ്സ് ഒന്നുമില്ല നമ്മളെ അറിയിക്കാൻ. സോ നമ്മളാണ് അവന്റെ സെൻസർ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ബോണറ്റ് ഒന്ന് പൊക്കി 5 മിനിറ്റത്തെ കേസുള്ള ആ ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് നൈസിന് ഓയിലുണ്ടോ അല്ലെങ്കിൽ അവന് കുടിക്കാനുള്ള വെള്ളം കൂളന്റ് അതിനകത്തുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. എന്നിട്ട് റേഡിയേറ്ററിലെ ഫ്ലോ കറക്റ്റ് ആണോ, റേഡിയേറ്ററിൽ കറക്റ്റ് ആയിട്ട് വെള്ളങ്ങൾ കറക്റ്റ് ആയിട്ട് കൂളന്റ് എല്ലായിടത്തും എത്തിക്കുന്നുണ്ടോ, വെള്ളമല്ല കൂളന്റ് കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ടോ. വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ റേഡിയേറ്റർ കംപ്ലൈന്റ് ആവും. കൂളന്റ് ഒഴിക്കോ, എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ, ഒരു ഓറിങ്ങിന് എത്രയാണ് പൈസ, ഒരു ഓറിംഗ് ആണ് വരേണ്ടത്, ഒരു ഓറിങ്ങിന് എത്രയാണ് പൈസ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി വണ്ടി നിങ്ങളെ അതിൽ സേഫ് ആയിട്ടിരിക്കും. ഒരിക്കലും പജേറോയുടെ എഞ്ചിനോ അല്ലെങ്കിൽ കൂളൻ ബോക്സോ അല്ലെങ്കിൽ റേഡിയേറ്ററോ പറയുന്നില്ല നിങ്ങളിപ്പോ ഒരു മെക്കാനിക്കിന്റെ അടുത്തുകൊണ്ട് ശരിയാക്കിയിട്ടുണ്ടോ, ഇനി അടുത്ത സർവീസ് വരെ ഞാൻ ഇതിനെ പിടിച്ചു വെച്ചേക്കാം. ഇനി തിരിഞ്ഞു നോക്കണ്ടെന്ന് ഒരു എഞ്ചിനും ഒരു കൂളന്റും ഒരു കൂളൻ ബോക്സോ ഒരു റേഡിയേറ്ററോ പറയുന്നില്ല. അതിനെ സ്ഥിരമായിട്ട് നോക്കണം. ഒരു 5 മിനിറ്റിന്റെ കേസിനെയാണ് നിങ്ങൾ ഇത്രയും നാള് വണ്ടി കൊണ്ടുചെന്ന് വർക്ക്ഷോപ്പിലിട്ട് ലക്ഷങ്ങൾ ചെലവാക്കി ലാസ്റ്റ് സ്ക്രാപ്പിൽ ഗുജരിക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ചെറിയ ജോലിയിൽ ജീവിക്കുന്ന ഒരു സ്വർണം അതും ഇതും ഒക്കെ പണയപ്പെടുത്തിയിട്ട് ഇതിനെ എടുക്കരുത്. കാരണം 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നത്.